പുറത്ത് വിൽക്കുന്ന ഒരു 1/2 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിനുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സാധാരണ പച്ച പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 5-8 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. ഈ കേക്കിനായിട്ട് ഞാനിപ്പോൾ ഒരു 90 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 90 ഗ്രാം തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 90 ഗ്രാം എന്ന് പറയുമ്പോൾ 1/4 കപ്പ് ഉണ്ടാവും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർത്താൽ മതി 1/2 കിലോ കേക്കിന്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് 2-3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ബട്ടർ മിൽക്ക് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയുള്ള ബട്ടർ മിൽക്ക് നമുക്ക് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ റെഡും 1 ടീസ്പൂൺ റാസ്ബെറി റെഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ 3 മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ചിട്ട് ഇനി ഈ എഗ് വൈറ്റിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് ഒട്ടും എണ്ണമയോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത്. നന്നായിട്ട് ഉണങ്ങിയ പാത്രമായിരിക്കണം ഈ എഗ്ഗ് പതപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വരില്ല. അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എഗ് വൈറ്റ് ഒന്ന് ജസ്റ്റ് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചിടരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇത് നന്നായിട്ട് സ്റ്റിഫായിട്ട് വരാനായിട്ട്. നോർമലി നമ്മൾ 1/2 kg കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 2 മുട്ട മതി. പക്ഷേ ഇതിലേക്ക് 3 മുട്ട ചേർക്കുന്നത് നമുക്ക് കുറച്ച് കേക്ക് എക്സ്ട്രാ വേണ്ടി വരും ഡെക്കറേഷനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 മുട്ട ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കണം. ഈ രീതിയിൽ എഗ് വൈറ്റ് പതപ്പിച്ചതിന് ശേഷം എഗ് യോക്ക് ചേർത്ത് കൊടുത്തിട്ട് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴ്ന്നൊന്നും പോവാതെ നല്ല സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എഗ് യോക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഇട്ടാൽ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 kg കേക്കിന് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മതിയാവും. കാരണം നമ്മളിത് സ്പോഞ്ച് കേക്കായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അധികം ഓയിൽ ആവശ്യമില്ല. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ആദ്യം തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോഴായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇതൊക്കെ ചേർത്തിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ മാത്രമായിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ബട്ടർ മിൽക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം എയർ ബബിൾസ് പോകാനായിട്ട്. ഇനി പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 155 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിതൊരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ രീതിയിൽ നിങ്ങൾ എഗ് വൈറ്റ് പതപ്പിച്ചതിന് ശേഷം എഗ് യോക്ക് ചേർത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ കേക്കിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ഈ കേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ മുകളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഡെക്കറേഷനായിട്ട് മാറ്റി വയ്ക്കാം. അത് എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ കേക്ക് 1 ഇഞ്ച് കനത്തിലുള്ള 2 ലെയറായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 1/2 kg കേക്ക് ആയതുകൊണ്ട് 2 ലെയറായിട്ട് മുറിച്ചെടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 1.5 കപ്പ് ആവശ്യമില്ല 1/2 കിലോ കേക്കിന്. ഞാൻ വേറൊരു കേക്കും കൂടി എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1.5 കപ്പ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 1/2 കിലോ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ 1/4 കപ്പ് മാത്രം മതിയാവും. ഡെക്കറേഷനോട് കൂടി വേണ്ടിയിട്ട് 1/4 കപ്പ് മതിയാവും. ഇതൊന്ന് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ കേക്കിനാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സാധാരണ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന്.
നിങ്ങൾക്ക് ക്രീം ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ക്രീം ചീസിൻ്റെ ടേസ്റ്റ് മിക്കവർക്കും ഇഷ്ടമാവാത്തൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പകരമായിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങാടും ഇങ്ങോട്ടൊക്കെ തെന്നി പോവാതെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും നനച്ച് കൊടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ കേക്ക്. ഇനി ഇതിൻ്റെ മീതേക്ക് ക്രീം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ മീതേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കൂടും ഈ രീതിയിൽ ചെയ്താൽ. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴും കേക്കിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടും നമുക്കിങ്ങനെ ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ മീതേക്കും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്കും ക്രീം വെച്ചിട്ട് നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത കോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒറ്റയടിക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലോപ്പായിട്ട് പോവും. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നല്ല രീതിയിലൊക്കെ ആയിട്ട് വരുള്ളൂ. ഞാൻ ഈ ബേക്കിങ്ങൊക്കെ അത്യാവശ്യം ബേക്കിങ്ങൊക്കെ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വേറെ അല്ലാതെ പുറത്തുനിന്നൊന്നും പോയി പഠിച്ചിട്ടില്ല. കുറേ ചാനൽസൊക്കെ കണ്ട് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ബേക്കിങ്ങൊക്കെ നന്നായിട്ട് പഠിച്ചെടുത്തത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ്. കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ എടുത്താലേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബേക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മെഷർമെൻറ്റ് കപ്പ് വാങ്ങി വെക്കുക എന്നാണ്. അത് നോക്കിയിട്ട് വേണം അളന്നിട്ട് വേണം കറക്റ്റ് അളവിൽ എടുക്കാനായിട്ട്. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ അടുത്ത കാര്യം, നമ്മൾ ഹറിബറിയായിട്ട് ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല. ഫോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്ത് തന്നെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡിൽ ചെയ്താൽ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ കേക്ക് ഫുള്ള് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പീസസ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഈ കേക്ക് ക്രംസ് വെച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താൻ. ഞാൻ നോർമലി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷനാണ് കാട്ടുന്നത്. ഈ കേക്ക് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴത്തോട്ടൊന്നും വീഴുകയുമില്ല. നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഈ ക്രംസ് ഒട്ടിപ്പിടിച്ചിരുന്നോളും. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ബോർഡർ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കേക്കിൻ്റെ നടുക്കായിട്ട് 2-3 റോസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ക്രംസ് വെച്ചിട്ട് ഒന്ന് മുകളിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്